താക്കോലിന്റെ ഈ ഭാഗമാണ് ഷാക്കിൾ. ഇത് സ്റ്റീൽ അലോയ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഈ രണ്ട് ഭാഗത്തും ലോക്കിംഗ് നോച്ചസ് കാണാൻ കഴിയും. താക്കോലിന്റെ ഉൾഭാഗത്ത് ഇവിടെ 2 സ്പ്രിംഗ് ലോഡഡ് ലോക്കിംഗ് പോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷാക്കിൾ ഉള്ളിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഈ പോൾസ് ഷാക്കിളിന്റെ ഇവിടെ ലോക്ക് ആകുന്നു. ഈ ലോക്കിംഗ് പോൾസിന്റെ താഴെയായി ഒരു സിലിണ്ടർ ഉണ്ട്. ഈ സിലിണ്ടറിലേക്കാണ് നമ്മൾ കീ ഇൻസേർട്ട് ചെയ്യുന്നത്. സിലിണ്ടറിന്റെ ഇവിടെ 2 പിൻസ് കാണാൻ കഴിയും. നമ്മൾ കീ ഇട്ട് തിരിക്കുമ്പോൾ ഈ സിലിണ്ടർ 90 ഡിഗ്രിയിൽ കറങ്ങുന്നു. ഈ സമയം ഈ പിൻസ് ലോക്കിംഗ് പോൾസിനെ മൂവ് ചെയ്യിക്കുന്നു. ഈ സമയം ഇവിടെ ലോക്ക് റിലീസ് ആവുകയും ഷാക്കിൾ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇവിടെ താക്കോലിന്റെ ഉപയോഗം ഈ സിലിണ്ടറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക എന്നത് മാത്രമാണ്. പക്ഷേ കൃത്യമായ താക്കോൽ ഉപയോഗിച്ച് മാത്രമേ ഈ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യിക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ഈ ലോക്കിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇത് സ്പ്രിംഗ്, ഇത് ഡ്രൈവർ പിൻ, ഇത് കീ പിൻ. ലോക്കായ സമയത്ത് ഈ പിൻസ് ഇങ്ങനെയായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡ്രൈവർ പിൻ സിലിണ്ടറിന്റെ റൊട്ടേഷനെ തടയുന്നു. നമ്മൾ കൃത്യമായ കീ ഇടുമ്പോൾ ഈ കീ പിൻസ് കൃത്യമായി ഇവിടെ അലൈൻ ചെയ്യുന്നു. ഡ്രൈവർ പിൻ ഈ നോച്ചിൽ നിന്നും റിലീസ് ആയതിനാൽ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യിക്കാൻ കഴിയുന്നു. അതിന്റെ ഫലമായി ലോക്കിംഗ് പോൾസ് ഷാക്കിളിനെ റിലീസ് ചെയ്യുകയും ലോക്ക് തുറക്കുകയും ചെയ്യുന്നു.